അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകർക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും വിജയി കാത്തിരിക്കുന്നത് പറക്കാട് ജ്വല്ലേഴ്സ് നൽകുന്ന 3 ലക്ഷം രൂപയാണ്. 2ാം സമ്മാനം ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപയാണ്. ആൻഡ് 3ാം സമ്മാനം കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപയാണ്. ആൻഡ് ശ്വേതാജിയുടെ പോക്കറ്റ് മണിയാണ്. അതിന് അധിക ദിവസം ഇല്ല, എടുത്തു വെച്ചോളൂ. എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് ശ്വേതാജി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. ഇന്ന് ഈ വേദിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് റൗണ്ടാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം വിദ്യ ആൻഡ് വേദിക. യെസ്, അപ്പോ വിദ്യയും വേദികയും എത്തിയിരിക്കുകയാണ്. കൂടെ കുറേ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പെർഫോമൻസ്? നമ്മളൊരു തീം റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ടംപററി ഡാൻസും കുറച്ച് ഏരിയയിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഇത് അമ്മയുടെ ഒരു സ്നേഹത്തിന്റെ തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അമ്മയുടെ സ്നേഹത്തിന് ഒരു രൂപഭാവങ്ങളൊന്നുമില്ല. ഏതൊരു സ്ത്രീയുടെ മനസ്സിലും അമ്മ എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട്. അതാണ് നമ്മുടെ തീം. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടുകളയാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ അമ്മയും മകളും. മുത്തശ്ശി, എനിക്കൊരു കഥ പറഞ്ഞു തരാവോ? അതിനെന്താ മോളെ, പറഞ്ഞു തരാലോ. മോളെ, ഈ നാട്ടിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാവുണ്ടായിരുന്നു. ആരെന്ത് പ്രാർത്ഥിച്ചാലും അവിടുത്തെ ദൈവം അത് സാധിച്ചു കൊടുക്കും. പക്ഷേ മോളെ, ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാറില്ല. അതെന്താ മുത്തശ്ശി അങ്ങനെ? ഈ നാട്ടിൽ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വിവാഹശേഷം ഒരു കുഞ്ഞിനു വേണ്ടി അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി കാവിലെ അമ്മ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ എങ്ങനെയോ ആ കുഞ്ഞ് ആ കാവിൽ വെച്ച് ദുർമരണപ്പെട്ടു. അതോടെ നാട്ടുകാർക്ക് ആ കാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിന്റെ അമ്മയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ ഒരു സംഭവത്തിന് ശേഷം ആരും അങ്ങോട്ട് പോകാറില്ല. ആരൊക്കെയോ അസമയങ്ങളിൽ ഓരോന്ന് കണ്ടും കേട്ടും പേടിച്ചിട്ടുണ്ടത്രേ. ദൈവമേ, എനിക്കെന്റെ അമ്മയൊന്ന് തിരിച്ചു തരാവോ?
ചൊല്ലുന്നാരോ കാറ്റിൽ കടലമ്മേ എൻ മോഹങ്ങൾ തല്ലി തകർത്തു നീ കണ്ണീരാഴിയിലാഴ്ത്തി ദൂരെ ദൂരെ ആഴി പെണ്ണിൻ നീഴാം പൂമേട കാണാൻ ദൂരെ ദൂരെ ആഴി പെണ്ണിൻ നീഴാം പൂമേട കാണാൻ ദൂരെ ദൂരെ ആഴി പെണ്ണിൻ നീഴാം പൂമേട കാണാൻ പ്രാണൻ പോയ ശംഖു പോലെ ആടിത്തീർന്ന പാഴ്മുള പോൽ കണ്ണീർ നനവോലും ഈ കരയിൽ വീണു ഞാൻ ഓർമ്മച്ചിപ്പിക്കുള്ളിൽ ഒരു തുള്ളി കണ്ണീർ മാത്രം കടലമ്മേ നീ നിന്റെ പൊന്മുത്തിനെ തായോ 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 തായേ മുത്തശ്ശി ഒന്നുമില്ല മോളെ, മോള് ഉറങ്ങിക്കോട്ടോ, മുത്തശ്ശി അടുത്തുണ്ട്. ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും ഒരമ്മയുണ്ട്. ആ അമ്മയുടെ മാനദണ്ഡം മതമോ ജാതിയോ വർഗമോ വർണ്ണമോ അല്ല. അമ്മയുടെ ഭാഷ എന്നത് സ്നേഹം മാത്രമാണ്. സെമി ഫൈനൽ റൗണ്ടിൽ ഇവരുടെ പെർഫോമൻസ് റൗണ്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പറഞ്ഞ വിഷ്വലി നല്ലൊരു ട്രീറ്റ് ഒക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. നമുക്ക് നോക്കാമല്ലേ ശ്വേതാജിക്ക് എങ്ങനെയാണ് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കാം. റെഡി ശ്വേതാജി? എന്താണ് ആദ്യം പറഞ്ഞത്? അമ്മയുടെ സ്നേഹം ഏതൊരു സ്ത്രീയുടെ മനസ്സിലും ഒരു അമ്മ ഉണ്ട്, അമ്മയുടെ മാതൃത്വമുണ്ട്. അതിന് രൂപമോ ഭാവമോ ഒന്നും ഒരു ഘടകമല്ല. അങ്ങനെ ഘടകമല്ല. ഓക്കെ. അപ്പൊ ഈ ഡെവിൽ എവിടുന്നാ വന്നേ? കുഞ്ഞ് കാണുന്ന ഒരു ഡ്രീമാണത്. ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി അമ്മയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം മുത്തശ്ശി പറഞ്ഞ കഥയിൽ ഇങ്ങനെ ഒരു ആരോ ഉണ്ട് അവിടെ പേടിപ്പിക്കാൻ. അങ്ങനെ അപ്പോൾ ആ എൻഡിൽ മുത്തശ്ശീൻ്റെ മറ്റേ മടിയിൽ ഇരുന്ന് കടന്ന് ഉറങ്ങി സ്വപ്നം കാണാൻ. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആദ്യം കാണിക്കാമായിരുന്നു. ദാറ്റ് മുത്തശ്ശീൻ്റെ ഈ ഇത് സംസാരിച്ചിട്ട് മുത്തശ്ശീൻ്റെ മടിയിൽ ഉറങ്ങുകയാണെന്ന് അത് കാണിച്ചില്ല. യുനോ ദ തിങ് ഈസ് വിഷ്വലി ബ്യൂട്ടിഫുൾ ആണ്. സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ കുറച്ചും കൂടി ജാസ്തി എന്താ വിദ്യ, യു ആർ എ ഫാന്റാസ്റ്റിക് പെർഫോമറാണ്. ഇവിടെ നല്ല നല്ല പെർഫോംസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നി കുറച്ചൊരു ഇതൊരു മിക്സ്ഡപ്പ് എൻ്റെ ഒരു പേഴ്സണലായ ഒരു കാഴ്ചപ്പാടാണ്. ഐ ക്യാൻ ബി റോങ്. നമുക്കൊന്ന് കൊറിയോഗ്രാഫറിനോടൊന്ന് ചോദിക്കാം. ഉണ്ടോ? ആരാ കൊറിയോഗ്രാഫർ? രാജേഷ് മാസ്റ്റർ ആണ്. രാജേഷ് മാസ്റ്റർ ഒന്ന് വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. നമസ്കാരം മാസ്റ്റർ. യെസ് രാജേഷ്. ഹായ് രാജേഷ് മാസ്റ്റർ. ഈ ഏരിയൽ ആക്ടിന്റെ ഉസ്താദാണ്. അപ്പോ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾ ഈ ഏരിയൽ ആക്ട് ചെയ്തു. മാസ്റ്റർ ശ്വേതാജിക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഏരിയൽ ആക്ട് ഞാൻ പ്രതീക്ഷിച്ചു കുറച്ചും കൂടിയും അമ്മയും മോളുടെ എല്ലാം കുറച്ച് ഏരിയലി എന്തെങ്കിലും ഒരു ഇൻറ്റിമസി കാണിക്കും എന്ന് തോന്നി. പക്ഷെ നിങ്ങളെല്ലാം ആ സാൻഡ് സ്റ്റാൻഡിലാണ് ചെയ്തതെല്ലാം. മാം പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ആദ്യം, പക്ഷേ രണ്ടുപേരും ഭയങ്കര വീക്കാണ്. വേദിക, യു ഡിഡ് ഫാന്റാസ്റ്റിക്. മോളല്ലേ കുറച്ചും കൂടി നന്നായി ചെയ്തത് മാസ്റ്ററെ? അതാണ്. ഇതിപ്പോൾ ഡാൻസിങ് ഷോ അല്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു സെമി ഫൈനൽ പോയിന്റ് ഓഫ് വ്യൂലാണ് സംസാരിക്കുന്നത്. വിദ്യ ആ കാട്ടിലുള്ള ഒരു ഇത് അത് രജിസ്റ്റർ ആയില്ല. ആ ഒരു എനിക്ക് ഫീൽ വരാത്തോണ്ട് വിദ്യ ഐ ക്യാൻ ടോക്ക് ടു യു. അതുകൊണ്ടാണ് ഐ എം ടെല്ലിങ് യു. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ മാം. ഇത് ശരിക്കും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ കാവിൽ ആരും ഇപ്പം പോകുന്നില്ല എന്ന്. അപ്പം ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. സ്ത്രീ ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ അവിടെ കിട്ടി, ഒരു കുഞ്ഞ് ദുർമരണപ്പെട്ടു, ആ സ്ത്രീനെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നൊരു വാക്ക് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ആ രണ്ട് സ്റ്റോറിയാണ് അതിനകത്ത് വന്നത്. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭ്രാന്തിയെ പോലെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ കാവിൽ തന്നെ അങ്ങ് അവിടെ ആവുകയും അവിടെ വരുന്നവരെ ഇപ്പൊ വിദ്യ പറഞ്ഞ പോലെ അത് ഫസ്റ്റ് ഘട്ടം അല്ലേ?
അത് വന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പം ആ സ്ത്രീ അപ്പം അവിടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വിഷമത്തിൽ ഒരു ഭ്രാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടുപോയതാണ്. അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് വരുന്നതും ആ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുമ്പം ആ സ്ത്രീൻ്റെ ഉള്ളിൽ ആ അമ്മ വരുവാണ്. അപ്പോഴാണ് അത് മാറി ഒരു അമ്മയാവുന്ന പോലെ കാണിക്കുന്നത്.